കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിലെ അവനിൽ നമുക്ക് പാപമോചനം വന്ന് വീണ്ടെടുപ്പുണ്ടെന്ന് പറഞ്ഞ മെസ്സേജിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ്. പ്രിയമുള്ളവരെ, ഞാൻ എന്തിനിത് പറയുന്നു? ഹല്ലേലൂയ. തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. ക്രിസ്തുവിൻ്റെ പ്രമാണം മുറുകെ പിടിച്ച്, ക്രിസ്തുവിൻ്റെ പ്രമാണം സഭയെ ഉപദേശിച്ച്, ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് തലയോളം ഗുരുവിനെ പോലെ ശിഷ്യനെ ആക്കുന്നത് മതി എന്ന് കർത്താവ് പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് വിശ്വാസികളെ വളർത്തിയെടുക്കുക. എഫേസ്യ ലേഖനത്തിൽ ശുശ്രൂഷന്മാരെ ആക്കി വെച്ചിരിക്കുന്നത് എന്താണെന്നാ പൗലോസ് പഠിപ്പിക്കുന്നത്? വിശ്വാസികൾപ്പിക്കാൻ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം കണ്ടോ വിശുദ്ധന്മാരുടെ ദാസാന ശുശ്രൂഷവേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനവിനുമാകുന്നു. ഒന്ന് വിശ്വാസത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യതയിൽ തികഞ്ഞ പുരുഷത്വത്തിൽ ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കാൻ ഈ ദൈവമാക്കി വെച്ച അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ ഉപദേശം പറഞ്ഞ് സഭയെ വളർത്തണം. ഇന്ന് ഇത് വല്ലതും ലോകത്തുണ്ടോ? സഭകളിൽ ഇത് വല്ലതും ഉണ്ടോ? ഇന്ന് എവിടെയുണ്ട്? ഒത്തോതി കിടപ്പുണ്ട്. പിന്നെ ഞങ്ങളെപ്പോലുള്ള സാധുക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും ആർക്കും വേണ്ടെന്താനും. ഹല്ലേലൂയ. എഫേസ്യർ 4:11 മുതൽ 16 വരെ 1000 പ്രാവശ്യം പാസ്റ്റർമാരും വിശ്വാസികളും വായിച്ച് പഠിക്കണം. 1000 പ്രാവശ്യം, 1-2 അല്ല. എന്നാൽ ഈ തലയിലോട്ട് കയറത്തുള്ളൂ. നീണ്ട 25 വർഷം പെന്തക്കോസ്തുകാരനായിരുന്നിട്ട് ഒരു പ്രാവശ്യം പോലും എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെയുള്ള വാക്യം ഒരു പാസ്റ്റർ പോലും വായിച്ച് കേട്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. വലിയ ദുഃഖത്തോടെ, വ്യസനത്തോടെ, സങ്കടത്തോടെ ഞാൻ പറയട്ടെ. എന്നാൽ 94-കാരനായ ഒരു ഭാഷ വന്നപ്പോൾ ഇത് 100 പ്രാവശ്യം ഞങ്ങളെ വായിച്ച് പ്രസംഗിച്ച് കേൾപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഇത് ആഴമായി എഫേസ്യർ 4:11 മുതൽ 16 വരെയുള്ള വാക്യം പതിഞ്ഞു കിടക്കുക. നിങ്ങൾ പാതിരാത്രി വിളിച്ചു ചോദിച്ചോ, ഞാൻ ആ വചനത്തിൽ നിന്ന് പ്രസംഗിക്കാൻ എനിക്ക് കഴിയും. അല്ല, അതുപോലെ ഞങ്ങളിത് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വിഷയമാണ്. എഫേസ്യർ 4:11 മുതൽ 13 വരെയുള്ള വാക്യം സംഭവിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം 14-ാം വാക്യം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഭയത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകും. ഇവിടെ പറയുന്ന കുടുങ്ങിപ്പോകാൻ തക്കോണം ഉപദേശത്തിൽ ഓരോ കാറ്റിനാൽ അലഞ്ഞുള്ള ശിശുക്കളായിരിക്കാതെ. കർത്താവിൻ്റെ ശിഷ്യന്മാർ ഓർ അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശം അത് കേട്ടനുസരിച്ച് ദൈവമാക്കി വെച്ച ആ ശുശ്രൂഷ വൃന്ദങ്ങൾ ഉപദേശിച്ച് സഭയെ നടത്തിയില്ലെങ്കിൽ ആരായി മാറും സഭ? അങ്ങനെ നാം ഇനി മനുഷ്യൻ്റെ ചതിയാലുപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കോണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായി പോകും. ശിശുക്കൾക്ക് എന്തറിയാം? ഇതെൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് കുഞ്ഞ് കാട്ടിക്കൂട്ടുന്നത്. ഏതൊക്കെ നിലയിലുള്ള വികലമായ സ്വഭാവമാണ് ശിശുവിലുള്ളത്. പുള്ളിക്കാരി എപ്പോഴും ആ കുഞ്ഞിനെ വഴക്ക് പറയും. ആൾക്കാരുടെ ശിശുവാണ്, അതിനൊന്നും പറഞ്ഞിട്ട് കഥയില്ല. സഭയിലെ വിശ്വാസികളൊന്നും പറഞ്ഞിട്ട് കഥയില്ല. പാസ്റ്റർ ശിശുവാ, വിശ്വാസികളും ശിശുവാ. പിന്നെ എന്തോ ചെയ്യാനാ? കഞ്ഞി കുടിക്കാൻ വേണ്ടി പുസ്തകം എടുത്ത് ഇറങ്ങിയാലൊന്നും ഉപദേശം പഠിക്കാൻ പറ്റത്തില്ല. ദൈവസഭയെ ഉപദേശിച്ച് ഉപദേശം കൊണ്ട് പരിപോഷിപ്പിച്ച് ഉപദേശം കൊണ്ട് അവർ വളർത്തിയെടുക്കുന്നില്ലെങ്കിൽ ഒരൊറ്റ വിശ്വാസി സ്വർഗത്ത് പോകാൻ കാണത്തില്ല. തറപ്പിച്ച് പറയുന്ന കാര്യമാണ് ഞാൻ, സംശയം കൊണ്ട് പറയല്ല. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച നീതിക്ക് ദാസന്മാരായി. വിശ്വാസി പാപത്ത് വിട്ട് ഓടുന്നത് എങ്ങനെയാ? പഠിപ്പിച്ച ഉപദേശം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി. പാപത്തിൻ്റെ അടിമമുഖത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിയുടെ അടിമകളായി, ക്രിസ്തുവിൻ്റെ അടിമകളായി, ക്രിസ്തുവിൻ്റെ ദാസന്മാരായി തീരുക ചെയ്യുന്നത്. അതിന് ഉപദേശം പഠിപ്പിക്കണം. റോമസഭയെ ഉപദേശം പഠിപ്പിച്ചു എന്ന് 6-ാം ലേഖനം 6-ാം അധ്യായം റോമർ 6. റോമർ 16 വരുമ്പോൾ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ആരെങ്കിലും ഇടച്ചുകളിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് അവർ സൂക്ഷിച്ചോളാം. സഭയെ ഉപദേശം പഠിപ്പിക്കുന്നില്ല, സഭ പഠിക്കുന്നില്ല. സഭയെ ഉപദേശം പഠിപ്പിച്ചു, സഭ ഉപദേശം പഠിച്ചു.
അപ്പോസ്തലന്മാരുടെ കാലത്ത്. ഈ കാലത്ത് ഉപദേശം പഠിപ്പിക്കൽ സഭയിലില്ല, ഉപദേശം പ്രസംഗമില്ല. നീ നിന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്റെ പ്രസംഗം കേൾക്കുന്നതിൽ രക്ഷിക്കും. അപ്പോൾ പ്രസംഗം എന്തായിരിക്കണം? ഉപദേശം. കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. കല്യാണ ശുശ്രൂഷകളിൽ ഭാര്യ ഭർത്താക്കന്മാര് രണ്ട് പശ്ചാത്തലങ്ങളിൽ വന്ന് ഒരു ജീവിതത്തിലേക്ക് ചേർക്കപ്പെടുന്നവരെ, ഉഭയസമ്മത നിമിത്തം ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ രണ്ട് ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവരെ അവരെങ്ങനെ ജീവിക്കണമെന്ന് ഭാര്യയുടെ ഉത്തരവാദിത്വം, ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം മനോഹരമായ നിലയിൽ കൊലോസ്യ ലേഖനം, എഫേസ്യ ലേഖനത്തിൽ അത് പറഞ്ഞ് അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ച് ഇട്ടിരിക്കുമ്പോൾ, സഭയെ പഠിപ്പിച്ച് ആ വചനങ്ങൾ ലിഖിതമായി നമ്മുടെ കയ്യിൽ തന്നിരിക്കുമ്പോൾ അത് വിട്ടിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക വാസന്മാർ. ഒരിക്കലൊരു കല്യാണ ശേഷം ഒരു ക്രിക്കറ്റ് പ്ലെയറിൻ്റെ കഥ പറയുക, വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറൊരു കഥ പറയുക. കാരണം കഥ പറയാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, കേൾക്കാൻ സുഖമാണല്ലോ, കർണരസമാകുമാറാണല്ലോ. ഇത് അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ ഒത്തിരി പുളിക്കും, ഇച്ചിരി പ്രയാസം ഉണ്ടാവും. അതതിൻ്റെ കാര്യം. അതനുസരിച്ച് ജീവിക്കാതെ നമുക്ക് ദൈവരാജ്യം പ്രാപിക്കാൻ പറ്റുമോ? ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം, കീഴ്പ്പെടണമെന്ന് എത്ര ഭാഷമാർ പ്രസംഗിക്കും, തോത്രാച്ച പറയും. ആ ആ യാതൊരു സംശയമില്ല കാര്യത്തിൽ. വളരെ ചുരുക്കം പേര് മാത്രമേ അതൊക്കെ പറയത്തുള്ളൂ. മക്കളൊക്കെ പൊതിഞ്ഞ് പറഞ്ഞു പോവുക. പൊതിഞ്ഞ് പറഞ്ഞ് സൂഹിപ്പിച്ച് കൊണ്ട് നരകത്തിൽ തള്ളിക്കളയുക. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ഉലഞ്ഞു കിടക്കുക പെന്തക്കോസ്ത് സമൂഹത്തിന്റെ. എനിക്കറിയാം, 4 നൂറ്റാണ്ടായി കൈപ്പോടെ ഇരിക്കുന്ന കുടുംബങ്ങളെ എനിക്കറിയാം. പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അവരെ ഓർത്ത് ഞാൻ ലജ്ജിക്കുക. കോടീശ്വരന്മാരും കോടീശ്വരത്തിയുള്ളൂ. ഇന്ന് ഹൃദയം തുറന്ന് സംസാരിച്ചിട്ടില്ല. ഇവർ തമ്മിൽ പിണങ്ങിയിരിക്കുക. ഞായറാഴ്ച വെറ്റിലെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ സഭയിൽ പോയി ഇങ്ങനെ തേച്ചോണ്ടിരിക്കുക 3 മണിക്കൂർ. അവരെയൊക്കെ അവരുടെ ആ പിണക്കം മാറ്റി പാചനമെടുത്ത് അങ്ങോട്ട് കീറി മുറിച്ച്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് ഹൃദയത്തിലെ സന്ധിമതികളെ വേർപിടികൾ തുളച്ചു ചെല്ലുന്നതാണ്. അവിടെ ഹൃദയത്തിലുള്ള കയ്പുകളും ദുഷ്ടതകളെല്ലാം ഈ വചനത്തിൻ്റെ കേൾവി മുഖാന്തരം മാനസാന്തരപ്പെട്ടവർ മടങ്ങി വരാനുള്ള അവസരം ശുശ്രൂഷകന്മാർ കൊടുക്കുന്നില്ലെന്നുള്ള ഒരു വലിയ പരാജയം എനിക്ക് അവരെ കുറിച്ച് പറയാനുണ്ട്. വചനമെടുത്ത് പ്രസംഗിക്കണം. കുടുംബജീവിതത്തിൻ്റെ ഭദ്രത, ഭാര്യഭർത്തൃ ബന്ധം, സഹോദരി ബന്ധം, അപ്പനമ്മ ബന്ധം, ഹല്ലേലൂയ, മക്കൾ മരുമക്കൾ, അതിനുള്ള ബന്ധം എടുത്ത് പ്രസംഗിക്കണം അങ്ങോട്ടെ. ആരെയായി പേടിക്കുന്നേ? ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പൊ അങ്ങനെ നാമിന് മനുഷ്യരുടെ ചതിയാലും ഉഭയത്താലും തെറ്റിച്ച് കളയുന്ന അന്തരങ്ങൾ കൊള്ളിപ്പോകാത്തക്കോണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുള്ള ശിശുക്കളായി പോവും, വിശ്വാസി ശിശുവായി പോവും. എബ്രായ ലേഖനത്തിൽ ശിശുക്കളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അത് നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ചുമ്മാ വായിച്ചു കേൾപ്പിച്ചാൽ മതി, സംഭവം പിടികിട്ടുമോ? ഇത് വായിച്ചു പോലും കേൾപ്പിക്കത്തില്ലല്ലോ. എബ്രായ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ പറവാനുണ്ട്. പഴയ നിയമത്തിലെ വിഷയങ്ങളൊക്കെ എടുത്ത് ക്രോഡീകരിച്ച് പൗലോസ് എബ്രായ ലേഖന വിശ്വാസികളെ പഠിപ്പിക്കുക. ഇതിനെക്കുറിച്ച് വളരെ പറവാനുണ്ട്. എങ്കിലും കേൾപ്പാൻ മാന്യമുള്ളവരായിരിക്കും തീർന്നിരിക്കുന്നതുകൊണ്ട് തെളിയിച്ചു തരാൻ. മാന്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ മന്നിച്ച് കിടക്കുക. പിറന്നു വീണ കുഞ്ഞ്, വീണ്ടും ജനം പ്രാപിച്ച ശിശുക്കൾ, ദൈവമക്കൾ മന്നിച്ച് കിടക്കും. ആത്മീയ ശിശുവിൻ്റെ അവസ്ഥയാണെന്ന്. മാന്യമുള്ളതായി തീർന്നുകൊണ്ട് തെളിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളിലേക്ക് തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായ ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്താൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവർക്കായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. കട്ടിയായ ആഹാരം ആർക്കേ പറ്റത്തുള്ളൂ? നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ, ശൈശവാവസ്ഥ വിട്ട് വളർച്ച പ്രാപിച്ചവർക്കേ ദൈവവചനത്തിലെ കട്ടിയായ ഉപദേശങ്ങൾ, കാതലായ ഉപദേശങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് കയറത്തുള്ളൂ. എന്നോടൊരു ആൻറ്റി ഇടയ്ക്ക് വരാറുണ്ട്.
ഞാൻ വചനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പലരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, പലരും ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞ് അവർക്കിത് മനസ്സിലാകുന്നില്ല, ഇതെന്തവാ സംഭവം ഒന്ന് പിടികിട്ടുന്നില്ല. അപ്പോസ്തലോപദേശത്തിന്റെ മെസ്സേജ് അവർക്ക് കിട്ടുമ്പോൾ അവർ വായും വിളിച്ചിരിക്കുക. കണ്ട ചപ്പും ചവറും കേട്ട് ശീലമുള്ളവർക്ക് ഇതൊന്നും കേട്ടാൽ മനസ്സിലാകത്തില്ല. ഇത് ദൈവരാജ്യത്തിലേക്കും സ്വർഗരാജ്യത്തിലേക്കുള്ള ഉപദേശങ്ങളാണ് ഞങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ശൈശവാവസ്ഥയിൽ കിടന്നാൽ പറ്റത്തില്ല. ഇനി 1 കൊരിന്ത്യർ 3 അധ്യായം അതുകൂടെ എടുത്ത് വായിക്കാം. ശൈശവാവസ്ഥയെക്കുറിച്ച് അവിടെയും പറയുന്നുണ്ട്, പല ഭാഗങ്ങളിലുണ്ട്. ഹൃദയത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ട ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം നിങ്ങളെ പെട്ടെന്ന്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകരോടെന്ന പോലെ അല്ല, ശിശുക്കളെന്ന് ജഡികന്മാരോടെന്ന പോലെ അത്രേ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞു. ക്രിസ്തുവിൽ ശിശുക്കൾ എന്താ കാര്യം? വളർച്ചയില്ല. വളർച്ചയില്ലാത്തതിന്റെ കാര്യം എന്താ? അതും പ്രസംഗിക്കണമല്ലോ. 1 പത്രോസ് 2:1 ആകിയാൽ സകല ദുഷ്ടതയും എല്ലാ ചരിവും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. രക്ഷയ്ക്കായി വളരുവാൻ, അത് വിട്ടുപോയി, രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അപ്പം രക്ഷയ്ക്കായി വളരണമെങ്കിൽ ദൈവവചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. ഈ പാല് കുടിക്കണമെങ്കിൽ 5 വിധ കാര്യങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചു വരുന്ന 50 വയസ്സുകാരിലും 30 വയസ്സുകാരിലും 25 വയസ്സുകാരിലും 80 വയസ്സുകാരിലും ഉണ്ട്. എന്തൊക്കെയുണ്ട്? ദുഷ്ടതയുണ്ട്, ചതിയുണ്ട്, വ്യാജഭാവമുണ്ട്, അസൂയുണ്ട്, നുണയുണ്ട്. ഈ 5 വിധ പാപങ്ങൾ ഉപദേശം കൊണ്ട് അവരെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പിച്ച് അവരിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഈ വചനമെന്ന മായമില്ലാത്ത പാല് കൊടുത്താലേ അവരുടെ ഉള്ളിലേക്ക് അത് പ്രവേശിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ പാൽ അങ്ങോട്ട് ചെല്ലത്തില്ല. കക്കിപ്പോരും കക്കിപ്പോരും കക്കിപ്പോരും. ഈ മായമില്ലാത്ത പാല് കുടിക്കാതെ ആത്മീയ വളർച്ചയ്ക്ക് പകരം ആത്മീയ വിടർച്ച പ്രാപിച്ച ഒരു വലിയ പെന്തക്കോ സമൂഹമാണ് ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ സത്യം സത്യം സത്യം. നിങ്ങളത് ഏത് നിലയിൽ വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പഠിച്ച റിസൾട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട 5, 10, 15, 20, 30, 40, 50, 60 വർഷങ്ങളായെങ്കിലും അതിൻ്റെതായ ഒരു ആത്മീയ വളർച്ചയോ ഒരു ആത്മീയ വർധനവോ ഒരു ആത്മീയ നിറവോ വിശ്വാസികൾ കാണുന്നില്ല. എന്താ കാണുന്ന പാസ്റ്ററെ? പഠിപ്പും കാര്യങ്ങളും പണവും പ്രതാപവും എല്ലാം ഉണ്ട്. ആത്മീയമായിട്ട് വട്ടപൂജ്യം. ഒരു മടങ്ങി വരവ് ആവശ്യം. ദൈവസഭയ്ക്ക് ഇവിടെ ഒരു മടങ്ങി വരവ് ആവശ്യം. ആത്മീക ശൈശവാവസ്ഥ വിട്ട് ആത്മീയ വളർച്ച പ്രാപിച്ചു വരേണ്ടത് ആവശ്യം. 1 കൊരിന്ത്യരുടെ വാക്യം ഒന്നുകൂടി ഞാൻ വായിക്കാം. ക്രിസ്തുവിൽ ശിശുക്കളോടെന്ന പോലെ ജഡികന്മാരുടെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ജഡീകന്മാരുടെ എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ല, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, മറ്റൊരുത്തൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, വസ്തുവിന്റെ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്ന് പറയുന്നുവോ? ഇവിടെ ശ്രദ്ധിക്കേ, ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? സാധാരണ മനുഷ്യരെ ലോക മനുഷ്യനല്ലയോ എന്ന് ചോദിക്കുന്നത്. അപ്പൊല്ലോസാറ് പൗലോസാറ് തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷകന്മാരത്രേ. യേശു കർത്താവിനെ വിശ്വസിക്കുവാൻ, യേശു കർത്താവിനെ പ്രസംഗിച്ച് അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിച്ച് യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ച് ദിവ്യമായ രക്ഷയിലേക്ക് നടത്താൻ നിങ്ങളെ ഉപയോഗിക്കപ്പെട്ടവരാണ് പത്രോസും പൗലോസും യോഹന്നാൻ എന്നൊക്കെ ഇവിടെ പറയുക. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകിയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും താൻ്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണം. ഓ, എത്ര മനോഹരമായൊരു പഠിപ്പിക്കലാണത്. പിന്നെ ഇങ്ങോട്ട് താഴോട്ടൊക്കെ വായിച്ചു വരുമ്പോൾ എത്ര മനോഹരമായ നിലയിൽ പൗലോസ് കൊരിന്ത്യ സഭയെ പഠിപ്പിച്ചു, ഗലാത്യ സഭയെ പഠിപ്പിച്ചു, ഫിലിപ്പിയ സഭയെ പഠിപ്പിച്ചു, എഫേസ്യ സഭയെ പഠിപ്പിച്ചു, കൊലോസ്യ സഭയെ പഠിപ്പിച്ചു, തെസ്സലോനിക്ക സഭയെ പഠിപ്പിച്ചു. അതുപോലെ സഭയെ എന്താ ഇത് പഠിപ്പിക്കാത്തെ?
സഭയ്ക്ക് ആവശ്യമായ ഉപദേശം പറഞ്ഞ് സഭയെ പഠിപ്പിക്കാതെ എന്തുവാ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. പഠിപ്പിക്കലും ക്ലാസ്സുകൾക്കും കയ്യും കണക്കുമില്ല. എന്താണോ ഈ പഠിപ്പിച്ചു കൂട്ടുന്നത്? നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ട പ്രിയമുള്ളവരെ. ഈ അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചോലെ അങ്ങ് പഠിപ്പിച്ചാൽ മതി. കുറഞ്ഞ പക്ഷം കൂടുതലൊന്നും നിങ്ങൾ ചെയ്യണ്ട. അധികവും ചെയ്യേണ്ട, കുറച്ചും ചെയ്യണ്ട. അവർ ചെയ്തതുപോലെ, അവർ പഠിപ്പിച്ചതുപോലെ അതേ ടീച്ചിങ് സഭയ്ക്ക് കൊടുത്താൽ മതി. സഭ വളരും. അത് ചെയ്യത്തില്ല. അതൊരു കാര്യമുണ്ട്. സംഘടന ആക്കി വെച്ചിരിക്കുന്നവരുണ്ട്, ദൈവമാക്കി വെച്ചിരിക്കുന്നവരുണ്ട്, സ്വയം കയറി ആയവരുണ്ട്. ഈ 3 ഗ്രൂപ്പുണ്ട്. ഈ 3 കൂടി കിടന്നിങ്ങനെ കളിക്കുക ആത്മീയകുളത്ത്. അതുകൊണ്ടാണ് ഗുണം വരാതിരിക്കുന്നത്. ഇന്ന് പലകാലം ഈ സന്ധ്യാസമയത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ദൈവസഭയെ പഠിപ്പിച്ചതുപോലെ റോമാസഭ, കൊരിന്തി സഭ, ഗലാത്തി സഭ, എഫീസ്യ സഭ, ഫിലിപ്പി സഭ, കൊലോസി സഭ, തെസ്സലോനിക്ക സഭ, ഈ സഭകളെ പഠിപ്പിച്ചതുപോലെ പാസ്റ്റർമാർ ഇന്നത്തെ സഭകളെ പഠിപ്പിച്ചാൽ സഭ നന്നാകും. അല്ലെങ്കിൽ അത് സഭയല്ല, വേറെ ഏതോ കൂട്ടങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സഭ, ക്രിസ്തുവിൻ്റെ സഭ ഇന്ന് ഭൂമിയിൽ ഇല്ലെന്ന് പറയുന്ന കാര്യം. സഭകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. കർത്താവിൻ്റെ വചനവ്യവസ്ഥ പ്രകാരമുള്ള സഭകൾ കുറവാണ്. ഏതാ പാസ്റ്ററെ വചനവ്യവസ്ഥ പ്രകാരമുള്ള സഭ? പ്രവൃത്തി 2 പുതിയ നിയമസഭയുടെ ആവിർഭാവം. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. ആ വചനം കേട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം സഹോദരന്മാരെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൽ സ്നാനം ഏൽപ്പിനെന്ന് പറഞ്ഞു. അന്ന് 3000-ഓളം പോൽ സ്നാനമേറ്റു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ചപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചു പോകും. ഇന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം വിട്ടിട്ട് കൂട്ടായ്മ, പ്രാർത്ഥന, അപ്പം നുറുക്ക്, ഇത് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശം എടുത്ത് തോട്ടിക്കളഞ്ഞിരിക്കുക. ഇതാണ് സഭയ്ക്ക് പറ്റിയ പരാജയം. ഇവിടെയാണ് സഭ മൂക്കുകുത്തി കിടക്കുന്നത്. സഭകൾ മടങ്ങി വരണം. സഭകൾ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരണം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് മടങ്ങി വരണം. അല്ലാതെ സഭയ്ക്ക് നിലനിൽപ്പില്ല. അതാ സഭയ്ക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്ന മൂല്യച്ചെടി. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുക. എഫേസ്യരിലെ ചില 1-2 കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. അപ്പോൾ ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം കണ്ടോ സകലത്തിലും വളരുവാനിടയായിത്തീരും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് അംഗത്തിൻ്റെ ഓരോരോ വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധ്യയിലും സ്നേഹത്തിലുള്ള വളർച്ചയ്ക്കായി അവനിൽ നിന്ന്, കർത്താവിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. തലയായ ക്രിസ്തുവിൽ നിന്ന് ശരീരമാം സഭ ക്രിസ്തുവിൻ്റെ പ്രമാണപ്രകാരം വളർച്ച പ്രാപിക്കുന്നു. അങ്ങനെ വളർച്ച പ്രാപിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞുള്ളുന്ന ശിശുക്കളായി പോകും. അതാ ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം കുഞ്ഞുങ്ങളുടെ ഒരു കൂട്ടമാണ്, ശിശുക്കളുടെ ഒരു കൂട്ടമാണ്. പാസ്റ്റർമാരും ഏകദേശമൊക്കെ അതുപോലെ തന്നെ. ഈ രണ്ടും കൂടെയുള്ള കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായൊരു തിരിച്ചുവരവിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവർ വിരുദ് തെറ്റിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കും. സഭയുടെ വളർച്ചയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശരീരമാം സഭയിൽ തലയിൽ നിന്നല്ലോ. ശരീരമാം സഭ തലയുടെ ഉപദേശം കേട്ട് സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ചും ദൈവികമായ വളർച്ച ശരീരമാം സഭ പ്രാപിക്കുന്നു. വളർച്ച പ്രാപിക്കുന്നെങ്കിൽ തളർച്ച പ്രാപിക്കും, വരണ്ട് കിടക്കും. ഇന്നത്തെ അവസ്ഥ അതാ. സഭകൾ തളർന്നു കിടക്കുക, വളർച്ചയില്ലാതെ കിടക്കുക. വിലാപങ്ങളുടെ പുസ്തകത്തിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ലാതെ നശിച്ചു പോകുന്നുവെന്ന് ഇരമ്യാവ് കിടന്ന് വിലപിക്കുന്നത് ഞാനെടുത്ത് ചില സമയത്ത് പറയാറുണ്ട്. വടിത്തലക്കൽ ശിശുക്കൾ കിടക്കുക, ആഹാരമില്ലാതെ അവർ കിടന്ന് വിലപിക്കുക. അത് വായിച്ചു പോകുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ചിന്ത. വിലാപങ്ങളുടെ പുസ്തകം 2:11 മുതൽ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശനിമിത്തം ഞാൻ കണ്ണുനീർ വാർത്ത് കണ്ണുമങ്ങിപ്പോകുന്നു. എൻ്റെ ഉള്ളം കലങ്ങി കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു.
പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. പെന്തക്കോസ്ത് സമൂഹത്തിൽ ആത്മീക ശിശുക്കളും ആത്മീക പൈതങ്ങളും നഗരവീഥിയിൽ തളർന്നു കിടക്കുന്നു, സഭയിൽ തളർന്നു കിടക്കുന്നു. അവർ നിഹതന്മാരെ പോലെ നഗരവീഥികളിൽ തളർന്നു കിടക്കുമ്പോഴും അമ്മമാരുടെ മാർവിടത്തിൽ വെച്ച് പ്രാണൻ വിടുമ്പോഴും അത് ആത്മീയമായി ചത്തുകൊണ്ടിരിക്കുകയെന്നതിൻ്റെ അർത്ഥം. ആഹാരം വീഞ്ഞും എവിടെ എന്നവർ ചോദിക്കുന്നു. ഹല്ലേലൂയ. ആ 2-ാം അധ്യായത്തിൻ്റെ 18ഉം 19 കൂടി ഒന്ന് വായിക്കാം. സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കരുത്. രാത്രിയിലെ യാമാരംഗത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തസനിൽ പകരുക. വീഥികളുടെ തലക്കൊലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. സഭയിലുള്ള അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, ആത്മീകമായി നമ്മുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം നശിച്ച് നരകക്കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർത്ത് ദൈവസന്നിധിയിൽ കിടന്ന് അലമുറയിട്ട് കരഞ്ഞ് തലയായ സഭയുടെ തലയായ ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയുടെ അവയവങ്ങളാകുന്ന നമ്മളും നമ്മുടെ മക്കളും കൊച്ചുമക്കളെല്ലാം ആത്മീയ ആഹാരം കിട്ടാതെ തളർന്നു കിടക്കുകയാണ്. ആത്മീയ ആഹാരം ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്, ക്രിസ്തുവിൻ്റെ പ്രമാണമാണ്. മായമില്ലാത്ത പാലെന്ന് പത്രോസ് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ ഉപദേശമാണത്. ന്യായപ്രമാണം മായം ചേർത്തതാണ്. ഇന്നത്തെ ക്രൈസ്തവ കോളത്തിൽ കേൾക്കുന്ന ഉപദേശങ്ങളിൽ നല്ലൊരു ബഹുഭൂരിപക്ഷം മായം ചേർത്തതാണ്. സോളമൻ പറയുന്ന പോലെ സകലതും മായ 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 മായ. മായം ചേർത്ത ഉപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുക ഇന്നത്തെ ആത്മീയ കോളം. വീണ്ടെടുപ്പ് നടന്നു, തെരഞ്ഞെടുപ്പ് നടന്നു, രക്ഷിച്ചു, കാര്യമൊക്കെ ശരിയാ. പിതാവാം ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മെ രക്ഷിച്ചു എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ആ ഉപദേശ സത്യങ്ങൾ സഭയ്ക്ക് കിട്ടാതെ സഭ ആത്മീക ശൈശവാവസ്ഥയെ കിടന്ന് ഞെളിപിരികൊള്ളുകയാണ്. ഒരൊറ്റ വഴി, പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും പഠിപ്പിച്ച ഉപദേശം സഭയെ പഠിപ്പിക്കുക. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് വളരുക, അല്ലാതെ വളർച്ചയില്ല. മുരടിച്ചു പോകും. ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞുകൊണ്ട് ശിശുക്കളായി പോകും. 10, 25, 30, 40, 50 വർഷമായ വിശ്വാസികളോടും ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഞാൻ സംസാരിച്ചിട്ട് എനിക്ക് മനസ്സിലായത് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഒരു കുഞ്ഞുങ്ങൾ പറയുന്ന പോലെയാണ്. എനിക്ക് പലരോട് അതുകൊണ്ട് സംസാരിക്കാൻ അങ്ങോട്ട് പറ്റാതെ പോകുക. ഒരിച്ചിരി ആത്മീയ വളർച്ച പ്രാപിച്ചവരോട് എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട് 5 വയസ്സ്. എന്ത് പറഞ്ഞ് ഞാൻ ആ കുഞ്ഞിനെ മനസ്സിലാക്കും? അത് ശിശുവല്ലേ? ഇതൊരു ആത്മീയ ശിശുക്കളെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയല്ലേ? ഇതിനൊരു പരിഹാരം വരണ്ടേ? ദൈവത്തോട് പ്രാർത്ഥിക്ക്. ഈ ശിശുക്കളെ വളർത്തുന്ന കരുത്തന്മാരായ ശക്തന്മാരായ ശുശ്രൂഷകന്മാരെ എഴുന്നേറ്റ് വരാൻ. ഇവിടെ ഊതിയിടാൻ, ഉന്തിയിടാൻ, കുരപ്പിക്കാൻ, ചിരിപ്പിക്കാൻ, ഛർദ്ദിപ്പിക്കാൻ, ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾ പ്രസംഗിച്ചു കൂട്ടി ജനത്തെ ഭൗതിക നന്മയിലേക്ക് നടത്താൻ പ്രോസ്പെറിറ്റിക്കാർ കണ്ടെയ്നർ കിടക്കുക. കണ്ടെയ്നർ കണക്കിന് പത്യവചനം, പത്യോപദേശം പ്രസംഗിക്കാൻ ആളില്ല ഇവിടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ താല്പര്യപ്പെടുക. തലയായ ക്രിസ്തുവിൽ നിന്ന് ശരീരമാം സഭ ഉപദേശം കേട്ട് ജീവിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ 1 കൊരിന്ത്യർ ലേഖനം എടുത്ത് നമ്മൾ പഠിച്ചു വരുമ്പോൾ അവിടെ കാണുന്ന ശക്തമായ പഠനം എന്താണ്? എത്ര സഭകളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അതിൻ്റെ 12-ാം അധ്യായത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ക്രിസ്തുവിൻ്റെ ശരീരമാം സഭ ഒന്നല്ല, പല അവയവങ്ങളാണെന്ന് 1 കൊരിന്ത്യർ 12:12 തൊട്ടാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ കൈയല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിൻ്റെതല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവനായാൽ ശ്രവണം എവിടെ? ശ്രവണം എവിടെ? മുഴുവനും ശ്രവണമായാൽ
കാണണം എവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന്, കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൂടാ. സഭയാം ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെ കുറിച്ച് പൗലോസ് പറഞ്ഞു പഠിപ്പിക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ 1 കൊരിന്ത്യർ 12 മുതൽ അങ്ങോട്ട് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം എല്ലാം പറയാൻ എനിക്ക് സമയമില്ല. ആ 31 വരെയുള്ള വാക്യം, 1 കൊരിന്ത്യർ 12 മുതൽ 31 വാക്യം വായിച്ച് പഠിക്കണം. ഇനി റോമാലേഖനം 12-ാം അധ്യായത്തിലെ ഒരു സബ്ജക്റ്റ് എൻ്റെ ഹൃദയത്തിലേക്ക് കയറി വരും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞങ്ങളൊക്കെ അത് പണ്ട് പഠിച്ചത് കൊണ്ട് ഇന്ന് ദൈവമേ അതിൻ്റെ ആ സന്തോഷം ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടന്ന് അലയടിക്കുക. അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. റോമർ 12-3 മുതൽ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച ദൈവകൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോട് പറയുന്നു. അടുത്താണ് വിഷയം കയറി വരുന്നത്. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. എൻ്റെ അർത്ഥം ശരീരമാം സഭയുടെ അവയവങ്ങൾ തമ്മിൽ ആത്മവർദ്ധനവിന് വേണ്ടി പ്രബോധിപ്പിക്കുന്ന കാര്യമാണ്. അതിന് പ്രവചനമാണെങ്കിൽ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണമുള്ള പ്രവചനം. അതെന്താ പാത്രേ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണമുള്ള പ്രവചനം? വായിച്ചു കേൾപ്പിച്ചു തരാം. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം. സ്തോത്രം സ്തോത്രം സ്തോത്രം. 14-ാം അധ്യായം. പ്രവചിക്കുന്നവനോ, 3-ാം വാക്യം, 14:3. പ്രവചിക്കുന്നവനോ ആത്മവർദ്ധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അതാ പ്രവചനം. എന്തോ? ആത്മവർദ്ധനയ്ക്കിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി. യൂദായും ശീലാസും പ്രവാചകന്മാരാകിയാൽ പല വചനങ്ങളെ കൊണ്ട് അവരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. ബുക്ക് ഓഫ് ആക്ട്സ് അല്ലെങ്കിൽ പ്രവൃത്തി പുസ്തകം 15:32. യൂദായും ശീലാസും പ്രവാചകന്മാരാണ്. അവർ പല വചനം കൊണ്ട് പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. മകനെ, ഇതാ കാറ് കാണുന്നു, ഒരു ഫ്ലൈറ്റ് കാണുന്നു, ഒരു കയറ് കാണുന്നു, ഒരു ടയറ് കാണുന്നു. ഇന്നാളൊരുത്തം പറയുക, അമ്മാമ്മേ ഞാനൊരു ടയറ് കാണുന്നു. അമ്മാമ്മ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. അപ്പം അമ്മാമ്മയുടെ വിശേഷങ്ങളൊക്കെ നേരത്തെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാ ഈ പ്രവാചകൻ പറയുന്നേ. ടയർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് പുള്ളി പറഞ്ഞു ഞാനൊരു ടയറ് കാണുന്നു. അപ്പം ചോദിച്ചു ടയറുമായിട്ട് അച്ചായൻ എന്തെങ്കിലും ബന്ധമുണ്ടോ? അച്ചായൻ ടയർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഈ കള്ള ഉപദേശി അത് മനസ്സിലാക്കിയിട്ടായി പറയുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള സുബോധം ആ കേൾക്കുന്ന അമ്മാമ്മയ്ക്കില്ല. അപ്പം ഞാൻ ആ ഉപദേശിയോട് പറഞ്ഞു, നീ ഒരു ടയറ് കാണണ്ട, നീ ഒരു കഷ്ണം കയറ് കാണാം തൂങ്ങിച്ചാകാൻ. അതിനേക്കാളും നല്ലത് ഇതാ, ടയറ് കാണുന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാക്കാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് കർത്താവ് ആദ്യം അപ്പോസ്തലന്മാരോട് പറഞ്ഞത് ഞാനും നീ അനുസരിക്കാതെ ടയറ് കാണുന്നു, കയറ് കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന് വിശേഷത? വേറൊരുത്തൻ സഹോദരി കുവൈറ്റിലേക്ക് പോകാനിരിക്കുകയല്ലേ, ഞാൻ കുവൈറ്റിലേക്ക് വിടുന്നില്ല, ഞാൻ നിന്നെ അമേരിക്കയിലേക്ക് വിടാൻ പോകും. എങ്ങനെയുണ്ട് പ്രവചനം? എങ്ങനെയുണ്ട്? ഇവിടെ പൗലോസ് പ്രബോധിപ്പിച്ചു, പ്രവചിക്കുന്നവനും ആത്മവർദ്ധനവനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നുവെന്ന് ഇവിടെ പ്രവചനത്തെക്കുറിച്ചുള്ള വിശദീകരണം എഴുതി വെച്ചിരിക്കുമ്പോൾ ഒരുത്തം പറയുക എന്താ, ഞാൻ ടയറ് കാണുന്നു, പ്രവചനം. ഞാൻ അമേരിക്കയിലേക്ക് വിടാം, പ്രവചനം. ഇതാരാ കേൾക്കാൻ പോകുന്നതെന്നറിയോ? എഫെസ്യ ലേഖനം 4:14 കിടക്കുന്ന വ്യക്തികളാണ് ഇത് കേൾക്കാൻ പോകുന്നത്. ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞൊടുന്ന ശിശുക്കളാണ് ഈ കള്ളപ്രവചനവും ഈ പിശാചിൻ്റെ ഉപദേശങ്ങളും കേൾക്കുന്നത്. അല്ലാതെ നേരെ ചൊവ്വേ ജീവിക്കുന്ന, വചനമനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികൾ ആരും ഇത് കേൾക്കത്തില്ല. മനസ്സിലായോ? ഇനിയെങ്കിലും ഇത് മനസ്സിലാക്ക. ആത്മീയ ശൈശവാവസ്ഥ വിട്.
ദൈവവചനം പഠിച്ചനുസരിച്ച് ആത്മീയ വളർച്ച പ്രാപിക്ക്. ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെട്. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് തേച്ചു കളഞ്ഞു. 1 കൊരിന്ത്യർ 11:13 തങ്കലിപികളിൽ എഴുതി ചേർക്കേണ്ട വാക്യം. ഇന്ന് ശൈശവാവസ്ഥയിൽ കിടക്കുക. ശിശുവിനെ പോലെ സംസാരിക്കുക, ശിശുവിനെ പോലെ നിരൂപിക്കുക, ശിശുവിനെ പോലെ ഇടപെടുക. പക്വത പ്രാപിച്ചാലേ ഈ ശൈശവാവസ്ഥ നമ്മളിൽ നിന്ന് മാറത്തുള്ളൂ. അതിനായിട്ട് സർവശക്തനായ ദൈവം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വിവരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം. വിശ്വാസ പ്രമാണം ഏതാ? ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം. യൂദലേഖനം 3-ാം വാക്യം. വിശ്വാസം എന്ന ദൈവവ്യവസ്ഥ, വിശ്വാസ പ്രമാണം, പഥ്യവചനം, പഥ്യോപദേശം, അപ്പോസ്തലോപദേശം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായ പ്രമാണം, രാജകീയ ന്യായ പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്തുപദേശം. ഈ ഉപദേശത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള പ്രവചനമായിരിക്കണം. പ്രവചിക്കുന്നവനോ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ഉപദേശത്തിനൊത്തവണ്ണം, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിനൊത്തവണ്ണം, പ്രബോധനമെങ്കിൽ ഉപദേശത്തിനൊത്തവണ്ണം. എല്ലാം ഉപദേശത്തിനൊത്തവണ്ണമായിരിക്കണം, വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണമായിരിക്കണമെന്നാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ പഠിപ്പിക്കുന്നു. 6, 7, 8 നന്നായിട്ട് കാണാപാഠം പഠിച്ചോണം. ആ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ശുശ്രൂഷകൾ അവിടെ എഴുതി വച്ചേക്കുന്നേ. തലയായ ക്രിസ്തുവിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് കൃപാവരങ്ങളും ആത്മഫലങ്ങളും വരങ്ങളാലും നിറയപ്പെട്ട ഒരു ക്രിസ്ത്യ ജീവിതമാണ് ഒരു പുതിയ നിയമവിശ്വാസി നയിക്കേണ്ടത്. ആത്മഫലങ്ങൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ കിടക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹ, സന്തോഷ, സമാധാനം, ദീർഘക്ഷമതയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയം. ഈ വഴിക്ക് വിരുദ്ധമായി ന്യായപ്രമാണമില്ല. ഇതൊക്കെ പഠിക്കാതെ ചുമ്മാ കിടന്ന് ഓളം തല്ലിക്കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. ഞാൻ എൻ്റെ വാക്കുകളെ വേഗത്തിൽ ഉപസംഹരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുക. സമയം എനിക്ക് ലഭിച്ച സമയം കഴിഞ്ഞ് 30 മിനിറ്റാണ്. 5-6 മിനിറ്റ് കൂടി ചിലപ്പോൾ കൂടിയെന്നിരിക്കും. ദൈവമക്കൾ ക്ഷമിക്കുക. അപ്പോൾ 2-ാം അധ്യായത്തിൽ എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? അവൻ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ്. ക്രിസ്തുവിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്, ദത്തെടുപ്പുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പിലാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ ആദിജാതൻ എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവ്വസമൃദ്ധിയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ. ഈ നിരപ്പ്, റീകൺസിലേഷൻ എന്നുള്ള ഒരു വിഷയം, അതൊരു പ്രത്യേക വിഷയമായിട്ട് ഞാൻ പിന്നീട് അത് നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടും. ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. തലയായ ക്രിസ്തുവിൻ്റെ ഉപദേശം ശരീരമാം സഭയുടെ അവയവങ്ങളാകുന്ന നമ്മൾ ഓരോരുത്തരും അനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ തിരികെ വരും. ആ യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ ക്രിസ്തുവിൻ്റെ പ്രമാണം, ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം പ്രയോജനമായി ഭവിക്കട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.